വളരെ അവിചാരിതമായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ചെറിയ ചെറിയ റോളുകളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ദിവ്യപ്രഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ദിവ്യ, താങ്ക് യു. വെൽക്കം ദിവ്യ. ആക്ച്വലി ഞാൻ ആദ്യം ദിവ്യനെ കണ്ടപ്പോൾ തന്നെ തോന്നിയത് ഞാൻ ഭയങ്കര ഓവർ ഡ്രസ്ഡും ദിവ്യ നല്ല സിമ്പിളായിട്ടും. ഓവറല്ല, നല്ല അടിപൊളിയാണ്. താങ്ക് യു. ദിവ്യ, ആക്ച്വലി ഇപ്രാവശ്യത്തെ ഓണം ഇരട്ടി മധുരമുള്ള ഓണമാണ് അല്ലേ? കാരണം 6-7 ഇയേഴ്സ് ആയിട്ട് മൂവി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അല്ലേ? ഒരു 9 ഇയേഴ്സ് ആയി മൂവി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. എന്നിട്ട് ആദ്യത്തെ ഒരു ലീഡ് റോളിൽ അഭിനയിക്കുന്ന മൂവി അറിയിപ്പ് അല്ലെ? അതും കുഞ്ചാ ചാക്കോച്ചന്റെ കൂടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയോന്ന് പറഞ്ഞാൽ ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേറ്റഡ് ആയ 5 നോമിനേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആ മൂവിനെ കുറിച്ച്, അറിയിപ്പിനെ കുറിച്ച്. അറിയിപ്പിന്റെ സ്റ്റോറിയാണ്. എന്താ അല്ല, അറിയിപ്പ് എന്താ? ഞാൻ ശരിക്കും അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ തൊട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട്. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ, ഫസ്റ്റ് ലീഡ് റോള്? അതെ, സ്പെഷ്യൽ ഫീലിംഗ് എല്ലാ രീതിയിലും ഉണ്ട്. നമ്മളൊന്ന് ആ മൂവി ഷോൾഡർ ചെയ്യേണ്ടി വരും. ഞാൻ ഇതുവരെ ഒരു മൂവി ഞാൻ ഷോൾഡർ ചെയ്തിട്ടില്ല. അത്രയും റെസ്പോൺസിബിലിറ്റി കുറവുള്ള റോളുകളെ ചെയ്തിട്ടുള്ളൂ. അപ്പം അറിയിപ്പിലോട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഞാൻ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും അറ്റ് ദ സെയിം ടൈം എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡിന് നോമിനേറ്റഡ് ആയിരുന്നു ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ? ആൻഡ് ഈ മൂവി വരെ അവിടുത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് മൂവിക്കുള്ള ഗോൾഡൻ ലെപ്പേർഡ് അവാർഡ് 5 നോമിനേഷൻസിൽ ഇതെല്ലാം പെട്ടിരുന്നു. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പോകുന്നു, അതും യൂറോപ്പിൽ അല്ലേ? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അറിയിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും ഒക്കെ എനിക്ക് അറിയാം ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള ഒരു അംഗീകാരം കിട്ടുമായിരിക്കും. പക്ഷെ ഒരിക്കലും ലൊക്കാർണോ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആവുന്നൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര അൺഎക്സ്പെക്റ്റഡും ആണ്, ഭയങ്കര സർപ്രൈസിങ് ആണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത ഒരു മൂവിക്ക് ഇത്രയും ഒരു കുറച്ച് നോമിനേഷൻസും ഒക്കെ കിട്ടി, അതും കൊണ്ട് നമ്മൾ യൂറോപ്പിലോട്ട് പോവാന്ന് പറയുന്നത് ലൊക്കാർണോയിലോട്ടായിരുന്നു. അപ്പം ഭയങ്കര ഇതായിരുന്നു ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പ്. അടിപൊളിയായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സിനിമയായിട്ട് പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വേറെയാണ്. അപ്പൊ നമ്മള് ഈ നമ്മുടെ സിനിമയായിട്ട് തന്നെ ബന്ധപ്പെട്ട് പലതരം ആൾക്കാർ പല ഭാഗത്തു നിന്ന് വരുന്നു. അപ്പം പലതരം കൾച്ചറുള്ള ആൾക്കാരുമായിട്ടും പലതരം സിനിമകൾ കാണാനും അത് അവിടെ വെച്ചിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അറിയിപ്പിന്റെ സ്ക്രീനിങ്ങും ഒരു അവിടെ പലക്സ്പോ ഫെവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു സ്ക്രീനിങ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്ക്രീനിങ് പ്രീമിയർ നടന്നത്. അപ്പം ഓഡിയൻസ് ഒരു മോർ ദാൻ 2000 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതൊരു വേറൊരു ലെവൽ. അതെ, എനിക്കത് പറയാൻ പറ്റുന്നില്ല. ശരിക്കും എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞതുപോലെ തന്നെ വളരെ അവിചാരിതമായിട്ട് വഴിയിൽ കൂടെ നടന്നു പോയപ്പോഴത്തേക്കിനും അല്ലെ ഒരു മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുക. ആൻഡ് ആഫ്റ്റർ 9 ഇയേഴ്സ് യു ആർ സ്റ്റാൻഡിങ് ഹിയർ, ഒരു ലീഡ് ആക്ട്രസ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു അന്നത്തെ ദിവ്യനെയും ഇന്നത്തെ ദിവ്യനെ എന്താണ് ആ വ്യത്യാസം വന്നത്? ആസ് എ പേഴ്സൺ സെയിം ആണ്? അല്ലല്ല, സെയിം അല്ല. നമ്മളെപ്പോഴും അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഒന്ന് ജസ്റ്റ് ഓരോന്ന് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ ഇവോൾവ് ചെയ്തോണ്ടിരിക്കണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അന്ന് നമ്മൾ പല കാര്യങ്ങളോടുള്ള അപ്രോച്ചും നമ്മളുടെ കാഴ്ചപ്പാടും ഒക്കെ മാറും. അതോടൊപ്പം തന്നെ ആസ് ആൻ ആക്ടർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം എന്തായാലും ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഈ ഭയങ്കര അവിചാരിതമായി വന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇതിനു മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടോ സിനിമ നടി ആവണം എന്നോ ആക്ട്രസ് ആവണം എന്നുള്ളത്? അത് എല്ലാരും ഒരു മനസ്സിലൊരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും സിനിമ എന്നൊന്നും പറഞ്ഞിട്ട് ഇരുന്ന ആളല്ല ഞാൻ. ഞാൻ MBA ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിയിലുള്ള സമയത്ത് എന്നിങ്ങനെ ജസ്റ്റ് രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ പോവായിരുന്നു. അപ്പോൾ ഒരു ഷൂട്ടിങ്ങിന്റെ സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു സംഭവം ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത് തന്നെയാണോ. ഇല്ലില്ല, ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാം ചുമ്മാ എന്നൊക്കെ നോക്കിട്ട്. പക്ഷെ എങ്ങനെയോ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നു. ആക്ച്വലി അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ, ഒരു പരിചയവും ഇല്ലാതെ, ഇതിന് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പ് നിന്നിട്ടില്ലാത്ത ഒരാൾ വരുമ്പോഴത്തേക്കിനും കുറേ അധികം പുതിയ കാര്യങ്ങൾ, അതായത് എങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യണം, അങ്ങനെ അതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? എങ്ങനെയത്? ഒന്നും പഠിച്ചിട്ടില്ല. ശരിക്കും പേടിച്ച് വിറച്ചാ തന്നെയാ നിൽക്കണേ. അതെ, ഇപ്പോഴും ആ പേടിയൊക്കെ ഉണ്ട്.
എനിക്കിപ്പോ ഒരു ഷൂട്ടിന് പോകുമ്പം ഷൂട്ടിന് പോണതിന് മുമ്പ് ഭയങ്കര ആൻസൈറ്റി ആണ്. ആദ്യത്തെ ഒരു 2 days എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. അതെ അതെ അതെ, അത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ അത് മാറുള്ളൂ. ഇപ്പോഴും ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പേടിയാ. പക്ഷെ ആകെ 2 ദിവസം ഷൂട്ട് ഉള്ളെങ്കിലോ എന്നായിരിക്കും ചോദിക്കാൻ. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ ബേബി ആണെന്നാണോ പറയുന്നത്? അതായത് ഡയറക്ടർ പറഞ്ഞു തരുന്ന, അതോ സ്വന്തമായിട്ട്? ഉറപ്പായിട്ടും അത് ഫോളോ ചെയ്യും. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്റെ ഭാഗത്തുനിന്നും കൂടി വേണമല്ലോ. ഒരാൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്യാരക്ടറിന് വേണ്ടി നമ്മളായിട്ട് കണ്ട അല്ലെ ആരെങ്കിലും ഒന്ന് നോക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പ്രിപ്പറേഷൻ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ ഏത് തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്റെ പ്രിപ്പറേഷൻ എല്ലാം മാനസികമായിട്ട് നടക്കുന്നത്, മനസ്സിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ഫിസിക്കലി ചേഞ്ച് വേണ്ട ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം മനസ്സിൽ ഒരു തരം പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ മുതൽ ആ ക്യാരക്ടറിനെ കുറിച്ച്, അവര് ഇപ്പം ചില ഇമോഷൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ ആ ഇമോഷനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ആ ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ആ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കാൻ നോക്കും. അവരെങ്ങനെയായിരിക്കും ഇത് ചെയ്യുക, അവരെങ്ങനെയായിരിക്കും നടക്കുക, അവർ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും. അപ്പം ആ ഒരു തോട്ട് പ്രോസസ് ആണ് എന്റെ പ്രിപ്പറേഷൻ. ഒരു മെത്തേഡ് ആക്ടർ എന്നുള്ള ആ ഒരു ഞാൻ ഇതുവരെ എന്നെ കണ്ടുപിടിച്ചിട്ടില്ല മെത്തേഡ് ആക്ടർ ആണോ. കാരണം ഡിപ്പെൻസ് ആണ്. ഇപ്പം ചിലത് ചിലപ്പോ എനിക്ക് ആ സ്പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കാം, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ചിലത് അങ്ങേയറ്റം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇതിന്റെയൊക്കെ ഇടയ്ക്കൊരു എന്തോ ഉണ്ട്. ഐ തിങ്ക് ഡെസ്റ്റിൻ ടു ബി ആൻ ആക്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു രീതിയിലും അല്ല. ആക്ച്വലി കുറേ പേര് ഞങ്ങൾ ഇതിനു മുമ്പ് ഇരുന്ന് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ആക്ട്രസ് ആവണമെന്ന് അതിയായ ആഗ്രഹിച്ച് ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹിച്ച് ട്രൈ ചെയ്യുന്നവർ ചിലപ്പോൾ ഇവിടം വരെ എത്തിപ്പെടാറില്ല. പക്ഷെ ഒരാഗ്രഹവും ഇല്ലാതെ വന്ന ഒരാൾ പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പാഷൻ വന്നു തുടങ്ങി. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാനൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ആദ്യത്തെ റോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ലോക്പാലിലെ റോൾ എന്നൊക്കെ പറഞ്ഞാൽ വെരി ഒരു ചെറിയ റോളുകൾ, അതിന് റോളെന്ന് അല്ലെ നമ്മൾ നേരത്തെ സംസാരിച്ച് പറയുന്നത്, അതിന് റോളെന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ പറ്റുന്നത് ടേക്ക് ഓഫിലെ റോളാണ് അല്ലെ? അതും ഒരു വലിയൊരു കാസ്റ്റിന്റെ കൂടെ തന്നെ. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അത് ഓഡീഷൻ ചെയ്തിട്ട് തന്നെയായിരുന്നു സെലക്ട് ആയത്. എനിക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഓഡീഷനൊക്കെ പോവാനൊക്കെ തുടങ്ങിയില്ലേ? പോവാൻ തുടങ്ങി. കാരണം എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഓഡീഷനൊക്കെ വന്നു തുടങ്ങി ഭയങ്കര സന്തോഷം. അറ്റ്ലീസ്റ്റ് ഒരു ഓഡീഷനൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അങ്ങനെ ടേക്ക് ഓഫ് എനിക്ക് ശരിക്കും ഒരു സ്കൂള് പോലെ ആയിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങള്, ഒത്തിരിയേറെ ആക്ടേഴ്സും കാര്യങ്ങളും ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും തമാശയിലെ ബബിത ടീച്ചർ അല്ലേ? ആക്ച്വലി പലരും ഞാൻ പറഞ്ഞു കേട്ടു, ഭയങ്കര എല്ലാരെയും ബാക്ക് ടു ദെയർ ചൈൽഡ്ഹുഡ് കൊണ്ടുപോയി ആ ഒരു ബബിത ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അല്ലേ, ടീച്ചറിന്റെ ഒരു അതിനെന്തായിരുന്നു അതിനുള്ള പ്രിപ്പറേഷൻസ്? സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഇതൊക്കെയാണോ? അതിന് ഓൾറെഡി ആ ക്യാരക്ടർ ഒരു ഭയങ്കര കുറച്ച് ഒരു ടീച്ചറാണ്. നമുക്ക് എന്തായാലും നമ്മളുടെ എല്ലാ ലൈഫിലും കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അതെ, നമുക്ക് എല്ലാവർക്കും കുറെ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും, കുറെ നമ്മുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പം അതിതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് തരുമ്പോഴും അത് വായിക്കുമ്പോഴും ഡയറക്ടർ ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് ഈ ടേക്ക് ഓഫിനകത്തും ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാലിക്കിനകത്ത് ഫഹദ് ഫാസിലിന്റെ സിസ്റ്റർ ആയിട്ട് തന്നെ ടേക്ക് ഓഫിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാൻ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു റോള് തന്നെ മാലിക്കിനകത്ത് എത്തി. ആൻഡ് എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ചലഞ്ചിങ് റോളായിരുന്നു. കാരണം 3 ഏജ് ഗ്രൂപ്പ് കാണിക്കേണ്ടി വന്നു. അതായത് നല്ല പ്രായമായിട്ട് ഒരു മിഡിൽ ഏജും പിന്നെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് എനിക്ക് ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഡബ് ചെയ്യുമ്പോഴാണ് ആ ഡിഫറൻസ് വരുന്നത്. അതെ. അപ്പം അത് ഒരു ചലഞ്ചിങ് സംഭവമായിരുന്നു. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്ക് എന്തെങ്കിലും ചലഞ്ച് ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഒരു മോട്ടിവേഷൻ. അത് അപ്പം ഈ സിനിമയല്ലാതെ എന്താണ് വേറൊരു പാഷൻ? ഇപ്പൊ എന്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. സിനിമ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല? അങ്ങനെയല്ല,
പല എല്ലാത്തരം ആർട്ട് ഫോമിനോടും ഇഷ്ടമുണ്ട്. പക്ഷെ ഇപ്പം കറന്റ് എനിക്കിപ്പോ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ചിന്തകൾ നടക്കുന്നുള്ളൂ. എങ്ങനെയാണ് ആക്ച്വലി ദിവ്യയുടെ ക്യാരക്ടർ? ഒരു റിസർവ്ഡ് ആണോ, അധികം ഓപ്പൺ അപ്പ് ആവാത്ത ആളാണോ, എങ്ങനെയാണ്? ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അതിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ കൂടെയുള്ള ആൾക്കാർ, പക്ഷെ കംഫർട്ട് സോണിൽ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്ന ആളാണ്. എനിക്കിത് എപ്പോഴും ആൾക്കാരായിട്ട് ക്ലോസ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതെ. പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് ജെല്ലായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ അതെ അതെ. ദിവ്യ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് അങ്ങനെ ചൂസ് ചെയ്യാറുണ്ടോ? ഡിപ്പെൻസ് ആണ്. ചിലപ്പോ നമ്മളെടുത്ത് കഥ പറയുന്ന ഇപ്പൊ ഡയറക്ടറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വൈബ് നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ തോന്നും. അയാൾ അത്രയും സിൻസിയർ ആയിട്ടാണ് ആ കഥയോടും സിനിമയോടും അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ തോന്നും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ആ ടീം ഭയങ്കര നല്ലതായിരിക്കും. ഒത്തിരി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്. എന്താണ് ബേസിക്കലി ഓണത്തിന് സാധാരണയായിട്ട് എന്താണ് ചെയ്യാറ്? ഞാനായിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ എന്റെ കൂടെ എല്ലാവരും ഓണം ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയിക്കോളും. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ഒപ്പം പോയിക്കോളും. അങ്ങനെ ഇങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ ഒരു കടുംപിടുത്തമൊന്നും ഇല്ലാത്ത? കടുംപിടുത്തമില്ല. ഓണം എനിക്കിപ്പം ഒരു സെലിബ്രേഷൻ ആണല്ലോ. സെലിബ്രേഷൻ ജീവിതത്തിൽ പല ദിവസങ്ങളും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണത്തിന് അന്ന് അല്ലെങ്കിൽ തന്നെയും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എൻജോയ് ചെയ്ത് പോകുന്ന ആളാണ്. ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാണോ? ഉറപ്പായിട്ടും. കാരണം ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പലതരം സ്ഥലങ്ങളിൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇപ്പം ചിലപ്പോ ഞാൻ ലൊക്കാർണോ എന്നൊക്കെ പറയും. അത്രയും ഹൃദയത്തിൽ തൊട്ടുപോയില്ലേ ആ ഒരു സ്ഥലം, ആ ഒരു ട്രിപ്പ്? നമുക്കിപ്പം ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും തരത്തില് മനുഷ്യന്മാരുടെ അടുത്തുനിന്നോ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി മുഴുവൻ പോകും. നമ്മളതൊരു നെഗറ്റീവായിട്ട് മാത്രമേ അത് ഓർത്തിരിക്കുള്ളൂ. അപ്പം അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഒരുമിച്ചിരിക്കുക. അതിപ്പോ ചിലപ്പോൾ ഒരു വലിയ രസമൊന്നും ഇല്ലാത്ത ഒരു റൂമിനകത്താണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് തോന്നുന്നു. അത് ശരിയാ. ഇനി ഒരു നെക്സ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കും വെച്ച് പിടിക്കാൻ പോണത്? എനിക്ക് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങള് ഒരുപാട് പോണമെന്നുണ്ട്. എനിക്ക് ഇസ്താൻബുളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്തന്നെ ഉണ്ടാവുക ആ യാത്ര? അറിയത്തില്ല. യാത്രയൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന, പ്ലാൻ ചെയ്ത യാത്രയ്ക്ക് അതിന്റെ ബ്യൂട്ടി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയൊന്നുമില്ല. പ്ലാൻ ചെയ്താലും എല്ലാ യാത്രയ്ക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്ലാൻ ചെയ്തിട്ട് നടക്കണം എന്ന് നിർബന്ധമില്ലാന്ന് തോന്നുന്നു. അതെ, നമ്മൾ കണ്ടതാ കഴിഞ്ഞ 2 വർഷം പാൻഡമിക് ആയിട്ട് എല്ലാവരും സ്റ്റക്കപ്പ് ആയിപ്പോയി, വീടുകളിൽ തന്നെയായിരുന്നു. പല പല വലിയ യാത്രകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ദിവ്യയുടെ പാൻഡമിക്? ഇത് ലോക്ക്ഡൌൺ സിനിമ ആയതുകൊണ്ട് എപ്പോഴും ഒന്നും നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. വർക്കുണ്ടായിരുന്നു. ആക്ച്വലി കോവിഡ് ടൈമിലാണ് ഞാനൊരു 2-3 സിനിമ ചെയ്തത്. അതാണ് തോന്നുന്നു. എനിക്ക് കൊടിയിൽ തമിഴ് ഒരു മൂവി നിഴൽ എന്ന് പറഞ്ഞൊരു മൂവി. നിഴലിനകത്തും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബുജ്ജി ടൈപ്പ്, അതിനകത്ത് ശരിക്കും ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും ക്യാരക്ടർ അങ്ങനെയായിരുന്നു. പിന്നെ അവർ പറയുന്ന പോലെ അവർക്ക് വേണ്ട പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഈ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോഡേൺ കുട്ടിയാണ്, മോഡേൺ ഡ്രസ്സുകൾ, മോഡേൺ. പക്ഷേ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിഴലിലെ ക്യാരക്ടർ ഓക്കെ ഒരു കുറച്ചൊരു മോഡേൺ, ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള രീതിക്ക്, ബാക്കിയെല്ലാം ഒരു നാടൻ ക്യാരക്ടേഴ്സാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ഒരു കുട്ടീനെ നാടൻ വേഷങ്ങളിൽ കൊണ്ട് ചാർത്തുന്നത്? എനിക്ക് പക്ഷെ അറിയത്തില്ല. എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും നാടൻ ക്യാരക്ടേഴ്സ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഇടുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. എന്നാലും എന്റെ ഒരു സ്വഭാവമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടോ എന്റെ ഒരു എനർജി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടൊന്നും ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നും ഇതുവരെയുള്ള ഒരു ക്യാരക്ടറും ഒന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ക്ലോസസ്റ്റ് ടു യുവർ സ്വഭാവം എന്ന് പറയാവുന്നത് ഏത് ക്യാരക്ടറാണ്? അങ്ങനെ എല്ലാത്തിലും എന്തെങ്കിലും ഉണ്ടാവും, ചെറിയൊരു അംശം. ഇപ്പം അറിയിപ്പിലാണെങ്കിലും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം
അതിലേതെങ്കിലുമൊക്കെ ഒരു ഇമോഷൻസ് ഉറപ്പായിട്ടും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു എനർജിക്ക് ഓക്കെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അറിയിപ്പിലെ ക്യാരക്ടർ രശ്മി എന്നുള്ള ക്യാരക്ടർ കുറച്ചുകൂടി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇന്റൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഗ്രാഫ്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അല്ലെ, പെണ്ണുങ്ങൾക്കെതിരെയുള്ള വയലൻസ് അതൊക്കെ സംസാരിക്കുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സിനിമാ ഫീൽഡിനെ എല്ലാവരും സിനിമയിലോട്ട് അഭിനയിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പറയും പോണോ, ആ ഫീൽഡ് ശരിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വയലൻസ് അതുപോലെ എന്തെങ്കിലും സിനിമയിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ വയലൻസ് അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു അബ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, നമ്മൾ പറയാം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ, അപ്പം സ്ത്രീ എന്ന പേരിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിലും നമുക്ക് മനസ്സിലാവാൻ പറ്റും ചില ക്യാരക്ടേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ക്യാരക്ടേഴ്സിന്റെ വയസ്സിൽ അല്ലാതെ ദിവ്യ അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും എക്സ്പീരിയൻസ് വയ്ക്കുകയാണെങ്കിൽ ലക്ലി എനിക്കൊന്നും അങ്ങനെ ഭയങ്കര വലിയ ഇൻസിഡൻസ് ഒന്നും പറയാനില്ല. ഇല്ല, പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലും റെസ്പെക്ട് ഇല്ലാണ്ടും ഒക്കെ ആൾക്കാർ സംസാരിക്കുന്ന ആ ഒരു ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്താണ് ഇനിയുള്ള ഫ്യൂച്ചർ മൂവി, പൈപ്പ് ലൈനിലുള്ള മൂവീസ് ഒക്കെ എന്താണ്? ഞാൻ ഡോൺ പാലത്തറയുടെ ഒരു മൂവി ഇപ്പം റീസെന്റ് ചെയ്തു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുവാണ്. പിന്നെ നമ്മുടെ മ്യൂസീഷ്യൻ ജി ശ്രീവത്സൻ മേനോന്റെ സിനിമയും ചെയ്തു. അതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തു. ഈ 2 മൂവിയാണ്. പിന്നെ അറിയിപ്പ് റിലീസ് ചെയ്യാനിരിക്കുന്നു. ഈ വർഷം തന്നെ എന്തായാലും റിലീസ് ഉണ്ടാവും. ഓക്കെ. ഈ അതിനിടയ്ക്ക് ഒരു സീരിയലും ചെയ്തിട്ടുണ്ട്. അതിന് സ്റ്റേറ്റ് അവാർഡ് അല്ലേ? 2015 അതായത് ലോക്പാൽ കഴിഞ്ഞ ഉടനെ ചെയ്തതാണ് സീരിയൽ. അതിലോട്ട് എങ്ങനെയാ വന്നത്? ഇതിഹാസ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിഹാസ. അതിനുശേഷം KK രാജീവിന്റെ സീരിയൽ. അപ്പൊ ഈ സീരിയൽ ചെയ്തപ്പോഴത്തേനും സാധാരണ പറയാറില്ലേ സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബിഗ് സ്ക്രീനിലോട്ട് വരാനായിട്ട് ഒരു പാടാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ പോകരുത്? അപ്പൊ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ബിഗ് സ്ക്രീനിലോട്ട് പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു അത് എനിക്ക് തോന്നുന്നു ആൾക്കാരെന്നും കാണുവാണല്ലോ ഈ ഒരു ഫേസ്. ഒരുപാട് നാളുണ്ടല്ലോ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ ഡെയിലി മൺഡേ ടു ഫ്രൈഡേ. ചിലപ്പം അതായിരിക്കാം പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള റീസൺസ് ആയിരിക്കാം. ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ, ജസ്റ്റ് ഒരു പേഴ്സണലി ദിവ്യനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഞാൻ നേരത്തെ ചോദിച്ച കാര്യം തന്നെയാണ്. ലാസ്റ്റ് വെക്കേഷൻ എവിടെയായിരുന്നു? ലാസ്റ്റ് വെക്കേഷൻ ലൊക്കാർണോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് അവിടെ പോയിട്ടില്ല. ഞാൻ 15th വന്നേ ഉള്ളൂ. ഓക്കെ, വെരി റീസെന്റ് വന്നതേ ഉള്ളൂ. അപ്പൊ ലൊക്കാർണോ ആൻഡ് യുവർ ഫേവറേറ്റ് പ്ലേസ് അല്ലേ? നാട്ടില് ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസ് ഏതാണ്? എൻ്റെ വീട്ടിലും ഫ്രണ്ട്സിന്റെ വീടുകളിലും ഒക്കെ ആയിരിക്കും. വീടാണോ ഏറ്റവും? വീട്ടില് അല്ല, ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ തന്നെ സ്പേസിലായിരിക്കും. നമ്മുടെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട് ഇൻ സ്കൂൾ? ജിയോഗ്രഫി. എന്തുകൊണ്ട്? ട്രാവൽ ഇഷ്ടമുള്ളത് കൊണ്ടാണോ? ആയിരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് അത് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇസ്താംബുൾ പോലെയുള്ള ഒരു ഏൻഷ്യന്റ് സിറ്റിയിലൊക്കെ പോകണം എന്നാണ്. അതൊക്കെ റീസെന്റ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് വന്ന എക്സ്പീരിയൻസ് ഇപ്പൊ ചോദിക്കുമ്പോ അതാണ്. പണ്ടായിരുന്നില്ല. അത് മാറുമല്ലോ എന്തായാലും. പണ്ട് ഏതായിരുന്നു നമ്മൾ ഈ ഓട്ടോഗ്രാഫിലൊക്കെ ചോദിക്കില്ലേ ഫേവറേറ്റ് പ്ലേസസ് യു വാണ്ട് ടു വിസിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് അന്ന് എന്താ എഴുതിയിരുന്നത്? ഞാൻ പണ്ട് തൊട്ട് പാരീസ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. പോയി. How was that experience? നല്ലതായിരുന്നു. ആ ഒരു ഡ്രീം, അതായത് ആ ഒരു ഡ്രീം സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അത് പോയി എന്ന് പറയാനായിട്ട് ഷോപ്പിംഗ് ചെയ്തു ഒരുപാട്? ഇല്ലില്ല, ജസ്റ്റ് ഒരു നൈറ്റ് ജസ്റ്റ് സ്പെൻഡ് ചെയ്തു വന്നു. ഓക്കെ. ഒരു നിക് നെയിം? എന്നോ? എനിക്ക് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് ശരിക്കും. ദിവ്യ എന്ന് മാത്രം വിളിച്ചിരുന്ന ആളാണ്. ഓക്കെ. അപ്പൊ നിക് നെയിം ഇല്ലെന്നാണ് പറയുന്നത്? ഇല്ല. ഫോണിൽ ലാസ്റ്റ് സെർച്ച് ചെയ്ത സംഭവം? ഫോണിൽ ലാസ്റ്റ് സെർച്ച് ചെയ്തത് ഫോൺ എടുത്ത് നോക്കണോ? ഫോൺ അല്ല, ഞങ്ങൾക്ക് ലാസ്റ്റ് സെർച്ച് ചെയ്തതല്ലേ, ഫോൺ എടുത്ത് നോക്കേണ്ടി വരും. ഏതൊരു മൂവിയാണ്. അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ട് അത് റിലീസായോ ഇല്ല അങ്ങനെ എന്തോ ആണ്. എനിവേ ദിവ്യ, ഇനി ഒത്തിരിയേറെ വലിയ ഹൈറ്റ്സിലെത്തട്ടെ. ഇത് ഫസ്റ്റ് ഹീറോയിൻ ആയിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. ഇനി ഒത്തിരി ലീഡ് റോൾസ് ഒക്കെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. കൗമുദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓണത്തിന് എന്ത് വിഷാണ് ദിവ്യക്ക് പറയാനുള്ളത്? എല്ലാവരും ഓണം ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക.
ഒരുപാട് സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൗമുദി പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനും ദിവ്യയും പറയുന്നു ബൈ ബൈ.